ശ്രീത് പണിക്ക, നേരത്തെ യുവരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ഈ ബഹിഷ്കരണത്തെ കാണേണ്ടതല്ലേ? പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ വരാനിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കില്ലേ ആലോചിച്ച് ഉറപ്പിച്ചത്? സർക്കാർ പരിപാടിയാണ്. നോക്കൂ, സർക്കാർ ആണ്, കൃഷി വകുപ്പാണ് ഈ പരിസ്ഥിതി ദിനം ആചരണം അത് രാജ്ഭവനിൽ സംഘടിപ്പിക്കാം എന്ന് തീരുമാനിച്ചത്. എന്നിട്ട് കൃഷി വകുപ്പ് മന്ത്രി തന്നെ അത് ബഹിഷ്കരിക്കുന്നു എന്നുള്ളത് പിന്നീട് അത് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും രാജ്ഭവൻ പരിസ്ഥിതി ദിനാചരണവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവിടെ പ്രീണനം ഒരു ഘടകം തന്നെയല്ലേ? ശ്രേയാനിൽ ഇതൊരു പ്രയോറിറ്റീസിന്റെ പ്രശ്നമാണ്. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഗവർണറുമായി ചേർന്ന് രാജ്ഭവനുമായി ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയിൽ അവരാണത് ഹോസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു ബിംബം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് മാറ്റണം എന്ന് പറയുക എന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് ഇത് ദേശവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം അതിനകത്തിലില്ല. നമ്മൾ ഈ പറയുന്നത് പോലെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം അതിലില്ല. ഇപ്പൊ ഇവർക്ക് നരേന്ദ്രമോദിയെ ഇഷ്ടമല്ല എന്ന് കരുതി, അല്ലെങ്കിൽ ദ്രൗപദി മുർമുവിനെ ഇഷ്ടമല്ല എന്ന് കരുതി ഇവർക്ക് പ്രത്യേകിച്ച് മറ്റ് സ്ഥാനാർത്ഥികളെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് നടന്നിരുന്ന സമയത്ത് ഫേവർ ചെയ്തത് എന്നത് കരുതി രാജ്ഭവനിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും ചിത്രങ്ങൾ ഇരിക്കുന്ന സമയത്ത് അതെടുത്ത് മാറ്റണം, അത് മാറ്റിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയൂ എന്ന് വാശി പിടിച്ചാൽ എങ്ങനെയായിരിക്കും? അതേപോലെ തന്നെയാണിത്. ഇവിടെ ഈ ചടങ്ങ് നടത്തുന്നത്, ഇത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? രാജ്ഭവനാണ്, ഗവർണറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗവർണറുടെ പരിപാടിയിൽ രാജ്ഭവനിൽ ഉപയോഗിക്കുന്ന ഒരു ചിത്രം, ആ ചിത്രം ദേശവിരുദ്ധമായിട്ടുള്ള ഒരു ചിത്രമല്ല. അങ്ങനെയുള്ള ഒരു ചിത്രം അവിടെ ഇരുന്നാൽ എന്താ പ്രശ്നം? ഇതിപ്പോൾ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാരുടെ ചിത്രമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനെ ഏതെങ്കിലും രീതിയിൽ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു ചിത്രമല്ല. നമ്മുടെ ഒരു തരത്തിലും നമ്മുടെ ദേശീയ ബോധത്തിനെ മോശമാക്കുന്ന ഒരു ചിത്രമല്ല. മറിച്ച് എത്രയോ ആൾക്കാർക്ക്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കോടിക്കണക്കിന് ആൾക്കാർക്ക് ആശയും ആവേശവും അവരുടെ സമര പരിപാടികൾക്ക് അർത്ഥവും നൽകിയ ഒരു ബിംബമാണ് ഭാരതമാതാവ്. അങ്ങനെയുള്ള ഒരു ഭാരതമാതാവ് എന്ന സങ്കല്പം നമ്മുടെ നാട്ടിൽ ആ രീതിയിൽ തന്നെ നിലനിൽക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5 നൂറ്റാണ്ടെങ്കിലുമായിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്നല്ല, ആർ എസ് എസിനും പോലും മുമ്പ് ഒരു 40 വർഷമെങ്കിലും മുമ്പ് ആ രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഭാരതമാതാവിനെ കുറിച്ച് ഏറ്റവും കാര്യമായി പറഞ്ഞിരുന്ന, ഏറ്റവും കൂടുതൽ കാര്യമായി പ്രചരിപ്പിച്ചിരുന്ന 2 വ്യക്തികളുടെ പേര് ഞാൻ പറഞ്ഞാൽ അതിലൊന്ന് ബാൽ ഗംഗാധർ തിലകാണ്. ബാൽ ഗംഗാധർ തിലക് മരിക്കുമ്പോൾ പോലും RSS ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഇതെങ്ങനെ RSSന്റെ ഐഡിയോളജിക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു സങ്കല്പമായിട്ട് മാറും? ഇന്ന് എന്താണോ ആ രാജ്ഭവനിൽ കണ്ടിരുന്ന ആ ഒരു ചിത്രം, ആ ചിത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ദേവതാ സങ്കല്പം, ആ രീതിയിലത്തേക്കുള്ള ഒരു പുണ്യമായിട്ടുള്ള ഒരു ശക്തിയായിട്ടുള്ള ഒരു സ്ത്രീ സ്വരൂപം, അങ്ങനെയുള്ള ഒരു മാതൃസങ്കല്പം, അത് തന്നെയായിരുന്നു ബാൽ ഗംഗാധർ തിലകിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ ഏത് കാലത്താണ് മരിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ RSS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അവിടെ ഉണ്ടാവുക, അതിന്റെ ബീജാവാപം, അതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ ഈ ഒരു ആശയ പ്രചരണവുമായിട്ട് പോയ ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ അവരെല്ലാവരും തന്നെ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് ഈ തരത്തിലുള്ള സങ്കല്പങ്ങളാണ് എന്നിരിക്കെ പിന്നെ നിങ്ങൾ എന്തിനെയാണ് അതിനെ എതിർക്കാൻ പോകുന്നത്? ഇന്ന് ഈ ഒരു കാലത്ത് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ അതിനെ എതിർക്കാൻ പോകുന്നത്? അതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതായി മാറുന്നതോ, അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനുള്ള ഒരു പ്രീണനമായി മാറുന്നതോ, അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഐഡിയോളജിയുടെ മാത്രമായിട്ടുള്ള ഒരു പ്രതീകമായിട്ട് മാറുകയോ ചെയ്യുന്നത് എന്തർത്ഥത്തിലാണ്? ഇതേ ഭാരതമാതാവിനെ കുറിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പുസ്തകത്തിൽ ജവഹർലാൽ നെഹ്റു എഴുതുന്നത്. ഈ ഭാരതമാതാവ് എന്ന് പറയുന്നത് ആരാണ് എന്ന് അദ്ദേഹം തന്നെ ആൾക്കാരോട് ചോദിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, എന്നിട്ട് അവരവരുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പറയുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം അവരോട് പറഞ്ഞതായിട്ടാണ് എഴുതുന്നത്. അതായത് ഇന്ത്യയിലെ ജനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭാരത് മാതാ കി ജയ് എന്ന് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ വിജയിക്കട്ടെ എന്നാണ് സങ്കല്പം. ശരി, അത് സ്വീകരിക്കാം. നിങ്ങൾക്കിതിൽ മതപരമായ രീതിയിൽ ഇതിനെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല എങ്കിൽ, നിങ്ങൾക്കിതിനെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് കാണാൻ ആഗ്രഹമില്ല എങ്കിൽ, നിങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രതീകമായിട്ട് വേണമെങ്കിൽ കാണാം. അതുകൊണ്ടാണ് ഞാൻ രാഹുൽ ഗാന്ധിയെയും ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഉദ്ധരിച്ചത്. രാഹുൽ ഗാന്ധിയും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഇന്ത്യയിലെ ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള, ഏറ്റവും പ്രബലരായിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും, താഴെ തട്ട് മുതൽ മുകളിൽ തട്ട് വരെയുള്ള എല്ലാ ആൾക്കാരുടെയും ശബ്ദത്തിനെയാണ് ഭാരതമാതാവ് പ്രതിനിധീകരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിൽ എവിടെയാണ് നിങ്ങൾ എതിർക്കേണ്ടുന്ന ഒരു കോൺസെപ്റ്റ്? എവിടെയാണ്? എന്ത് കാര്യത്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എതിർപ്പ് കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ തിരുവിതാംകൂറിന്റെ ചിഹ്നത്തിനെ നിങ്ങൾ കടമെടുത്തിട്ട് ഇന്നും അതിനെ ഉപയോഗിക്കുന്നുണ്ട്.
മുണ്ടകോപനിഷത്തിൽ നിന്നുള്ള പൂർണ്ണമായും 100% ഒരു ഹിന്ദു സ്ക്രിപ്ചർ ആയിട്ടുള്ള അഥർവവേദത്തിൽ നിന്നുള്ള മുണ്ടകോപനിഷത്തിൽ നിന്നുള്ള വരികളെ നിങ്ങൾ തന്നെ സർവാത്മന സ്വാഗതം ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിനെ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും കാലത്ത് സത്യമേവ ജയതേ എന്നത് ഉപയോഗിക്കാൻ പാടില്ല, കാരണം അതൊരു ഹിന്ദു സ്ക്രിപ്ചറിൽ നിന്ന് വന്നിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെയോ ഏതെങ്കിലും ഒരു ലിംഗത്തിനെയോ ഏതെങ്കിലും ഒരു ജാതിയെയോ ഏതെങ്കിലും ഒരു പ്രാദേശിക വിഭാഗത്തിനെയോ ഏതെങ്കിലും ഒരു ഭാഷാ വിഭാഗത്തിനെയോ ഇത് ദോഷകരമായിട്ടോ എതിർത്തോ പ്രതിനിധീകരിക്കുന്നുണ്ടോ? ഇല്ല. മറിച്ച് അത് ഇന്ത്യയെ മൊത്തത്തിൽ പ്രതിനിധീകരിക്കുകയാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാതാവെന്നല്ല പറയുന്നത്, ഭാരതത്തിന്റെ മാതാവെന്നാണ്. ആ ഭാരതം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉൾപ്പെടുന്നതാണ്. എന്ന് വെച്ചാൽ പരസ്പര സ്നേഹത്തിന്റെ, ബഹുമാനത്തിന്റെ, സാഹോദര്യത്തിന്റെ, ഇൻക്ലൂസിവിറ്റിയുടെ ഒക്കെ ചിഹ്നമായിട്ടുള്ള ഒരു കാര്യത്തിനെ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതല്ല മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ത്വം ഹി ദുർഗാ ദശപ്രഹരണ കാരിണി എന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ വന്ദേ മാതരത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ സങ്കല്പമുണ്ട്, ആ ദേവതാ സങ്കല്പമുണ്ട്. ഇനി ദുർഗയും RSSന്റേതാണെന്ന് പറയുമോ? എനിക്കറിയില്ല. അവർക്ക് ഈ ദുർഗാവാഹിനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ സബ് ഡിവിഷൻസ് ഉണ്ടല്ലോ, എങ്കിൽ പിന്നെ ഇതും RSSന്റേതായിരിക്കും എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞേക്കും. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന ഉപനിഷത്തുകളാണെങ്കിലും ഈ പറയുന്ന ദേവതാ സങ്കല്പങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഏതെങ്കിലും ഒരു ഡിഫൻസ് എക്യുപ്മെന്റ്, ആ ഡിഫൻസ് എക്യുപ്മെന്റിന്റെ പേര് പോലും നമ്മൾ കൊടുക്കുന്ന ഇതേ പേരുകളൊക്കെ തന്നെയല്ലേ? അഗ്നി, പൃഥ്വി, പിനാക എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ പേരുകളാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുകയും നമ്മുടെ സൈന്യത്തിന്റെ തന്നെ വാർ ക്രൈ ആയിട്ട് ഉപയോഗിക്കുന്ന രാജാ രാമചന്ദ്ര കി ജയ് മുതൽ ഇങ്ങേ അറ്റത്ത് നമ്മുടെ കേരളത്തിലെ ഈ ബ്രഹ്മോസ് റെജിമെന്റിന്റെ ആണെന്നാണ് എൻ്റെ ഓർമ്മ, പിന്നെ നമ്മുടെ അയ്യപ്പന് ജയ് വിളിക്കുന്ന ആ രീതിയിലത്തേക്കൊക്കെ മാറിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കോടതിയിൽ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും, സൈന്യത്തിലെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും അത് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ടല്ലോ, വാർക്രൈ. ആണ് അങ്ങനെയാണ്. അതായത് അതിൽ നിന്നും ആരും മാറി നിൽക്കുന്നൊന്നുമില്ല. അതിലൊക്കെ എല്ലാ ആൾക്കാരും ഈ വാർക്രൈ എല്ലാം ഒരേപോലെ തന്നെ ഉപയോഗിക്കുന്നതാണ്. അതിലൊന്നും ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ പല റെജിമെന്റ് ഉണ്ടല്ലോ, ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള ഡിവിഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന റെജിമെന്റുകളുണ്ട്, അതല്ലാതെ ഉണ്ടായിരിക്കുന്ന റെജിമെന്റുകളുണ്ട്, മതാടിസ്ഥാനത്തിൽ ഒറിജിനലി ഫോം ചെയ്തതിന് ശേഷം അങ്ങനെ തുടരുന്ന റെജിമെന്റുകളുണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള വാർക്രൈസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വാർക്രൈകളെല്ലാം തന്നെ നിങ്ങളിത് ഉപയോഗിക്കുന്നതും അതിലേക്കൊക്കെ തന്നെ മതപരമായിട്ടുള്ള ചിഹ്നങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നത് BJP വന്നതിന് ശേഷം തുടങ്ങിയതാണോ? 2014 ശേഷം തുടങ്ങിയതാണോ? അല്ല. ഇതൊക്കെ അതിന് മുമ്പേ തന്നെ നിലനിൽക്കുന്നതാണ്. അതിന് ശേഷം ഉണ്ടായിരിക്കുന്ന റെജിമെന്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ബ്രഹ്മോസ് റെജിമെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലത്തേക്കൊക്കെ പിന്നീട് ചേർക്കാണ്. ആ ഒരു സബ് ഡിവിഷൻ, ആ ഒരു സബ് ഡിവിഷനെ പിന്നീട് ചേർക്കുന്നു. ഇത് പോകുന്ന സമയത്ത് പിന്നെ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ഒരു വാർക്രൈ ഉണ്ട്. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രന് ജയ് വിളിക്കുന്ന എത്രയോ റെജിമെന്റുകളുണ്ട് അല്ലെ? അപ്പം ബജ്രംഗ് ബലിക്ക് വിളിക്കുന്ന എത്രയോ റെജിമെന്റുകളുണ്ട്. ഇതെല്ലാം തന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഹൈന്ദവ സങ്കല്പങ്ങളാണ്. അപ്പൊ നിങ്ങൾ കേവലം ഭാരതമാതാവിന്റെ കയ്യിലിരിക്കുന്ന ഈ കാവി പതാകയിലേക്ക് മാത്രം നോക്കി നിങ്ങൾ ഇതിനെപ്പറ്റി പറയേണ്ടതില്ല. മറിച്ച് അങ്ങനെ നിങ്ങൾക്ക് കുറ്റം പറയാനാണെങ്കിൽ ഇവിടെ റെജിമെന്റുകളിലുണ്ട്, നിങ്ങളുടെ സൈന്യത്തിലുണ്ട്, അതിനെ നിങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇവിടെ പേര് പറയുന്ന സമയത്ത് ഈ പൃഥ്വി, അഗ്നി എന്നുള്ള പേര് മാത്രമല്ല, മുഹമ്മദ്, ആന്റണി, കുമാർ എന്നിങ്ങനെയുള്ള പേരുകളും ഒക്കെ ഇടണമെന്ന് പറയണം. INS വിക്രാന്ത് എന്നൊക്കെ പറയുകയും INS വിരാട് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വിരാട് എന്നൊക്കെ പറഞ്ഞ വിരാട് രൂപം എന്നുള്ള രീതിയിലത്തേക്കാണ് ആൾക്കാരുടെ മനസ്സിൽ വരുന്ന സങ്കല്പം. അത് മാറിയതിനു ശേഷം നിങ്ങൾക്ക് IMS പിന്നെ മമ്മൂഞ്ഞ് എന്ന് പേരിടാം, IMS വാറപ്പൻ എന്നുള്ള പേരിടാം. അങ്ങനെയൊക്കെ നിങ്ങൾ പറയണം. എങ്കിലും എല്ലാവരെയും തന്നെ ഉൾക്കൊള്ളിച്ചെങ്കിൽ മാത്രമേ ഇവിടെ ഈ നിങ്ങളുടെ പിന്നെ എന്താ പറയുന്നത് ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലല്ലോ ഈ കാര്യത്തിന് പറയുന്നതെല്ലാം മതപരമായിട്ട് കമ്പാർട്ട്മെന്റലൈസ് ചെയ്തിട്ട് ആൾക്കാർക്ക് ആനുകൂല്യം കൊടുക്കുക എന്നതിന്റെ പേരിലാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇരട്ടത്താപ്പ് പാടില്ല. കൺവീനിയൻ്റ് ആയിട്ട് ചില സമയങ്ങളിൽ ഹിന്ദു എന്ന് പറയുന്നത് നിങ്ങൾ മതമാണ് എന്ന് പറയുകയും അതല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ ഇതിനെ സംസ്കാരമാണ് എന്ന് പറയുകയും ചെയ്യും. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഹൈന്ദവ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്ന പുരാണേതിഹാസങ്ങളാണെങ്കിലും വേദങ്ങളാണെങ്കിലും ഉപനിഷത്തുകളാണെങ്കിലും ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ഓരോന്ന് സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് പരാതിയും കൊണ്ട് നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ മോട്ടോയും ഇതിൽ നിന്ന് തന്നെ വന്നിരിക്കുക. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും ഈ തരത്തിലുള്ള ഒരു ഹൈന്ദവ ടച്ച് ഉണ്ട്. നിങ്ങൾ ഒന്നിനെ മാത്രം സിംഗിൾ ഔട്ട് ചെയ്തിട്ട് 150 വർഷത്തിന് ശേഷം നിങ്ങൾ അതിനെപ്പറ്റി പറയാൻ പോയാൽ നിങ്ങളുടെ ഉദ്ദേശം ഇതല്ല. നേരത്തെ ശ്രീ അനിൽ പറഞ്ഞതുപോലെ പ്രീണനമാണ് എന്ന് ആൾക്കാർക്ക് തോന്നും. നിങ്ങൾ ഇതിൽ കാവ്യവൽക്കരണമാണ് ആരോപിക്കുന്നത് എങ്കിൽ നിങ്ങൾ അതുവഴി അവഹേളിക്കാൻ ശ്രമിക്കുന്നതും നിങ്ങൾ ആൾക്കാരുടെ രാഷ്ട്രീയത്തിനെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് കേവലം RSSകാരെ മാത്രമല്ല,
മറിച്ച് RSSന്റെ രൂപീകരണത്തിന് മുമ്പ് തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഈ ചിഹ്നങ്ങളെ, ഈ ബിംബങ്ങളെ സ്വീകരിച്ചിരിക്കുന്ന കോടിക്കണക്കായിട്ടുള്ള ഈ രാജ്യത്തിന് വേണ്ടി അവരുടെ ജീവൻ, അവരുടെ സർവസ്വവും ബലി കൊടുത്തിരിക്കുന്ന എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ്. അപ്പോൾ അവർക്കാർക്കും ബുദ്ധിയില്ലായിരുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? പിന്നീട് ഏതോ ഒരു കാലത്ത് വരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആശയത്തിനെയാണ് ഞങ്ങൾ പേറുന്നത് എന്നാണോ ഇവരൊക്കെ കരുതുന്നത്? അതുകൊണ്ടാണ് ഞാൻ ബാലഗംഗാധര തിലകിന്റെ കാര്യം പറഞ്ഞത്. അദ്ദേഹമൊക്കെ ഈ RSS ഉണ്ടാകുന്നതിന് മുമ്പേ മരിച്ചുപോയ ആളല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഒക്കെ നിങ്ങൾ അവഹേളിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന ഈ സമയത്ത് നിങ്ങൾ പറയാൻ എന്താണ് കാരണം? അതാണ് എൻ്റെ ചോദ്യം. ഈ സമയത്ത് നിങ്ങളിത് പറയാൻ കാരണം നിങ്ങൾക്കിത് മുമ്പ് അറിയുമായിരുന്നില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ നാട്ടിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുമായിരുന്നില്ലേ? ഇപ്പൊ മാത്രമാണ് നിങ്ങൾ ഇതിനെ ഒരു വിവാദമാക്കുന്നത് എങ്കിൽ അതിന് പിന്നിൽ പ്രീണനമുണ്ട് എന്ന് പറയാം. ഒരു ഭാഗത്ത് കാവ്യവൽക്കരണം എന്നാണ് ആരോപണമെങ്കിൽ മറുഭാഗത്ത് ആൾക്കാർക്ക് പറയാം നിങ്ങളിത് പ്രീണിപ്പിക്കാൻ വേണ്ടി പറയുകയാണെന്ന്. അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റുകൾ തമ്മിലുള്ള ബുദ്ധിമുട്ട് എന്താണ്, ആർക്കെന്ത് ബുദ്ധിമുട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയൂ. എന്തായാലും നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, എത്ര വിമാനം വീണു എന്ന കാര്യത്തിനെ പറ്റിയൊക്കെയല്ല ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിക്കുക, ഇതിന്റെ പേരൊക്കെ ഈ പേരുകൾ ഇട്ടത് കൊണ്ടാണ്, അതിൽ മതേതരത്വം ഇല്ല, ഇൻക്ലൂസിവിറ്റി ഇല്ല, അതുകൊണ്ടാണ് നമ്മുടെ എക്യുപ്മെന്റുകളൊക്കെ നഷ്ടപ്പെട്ടതെന്നും പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു തിയറി അടിച്ചിറക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്നൊരു കാര്യമുണ്ട്. ഇവിടെ അതിൽ ഉദ്ദേശശുദ്ധിയില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇന്റന്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്നില്ല, മറിച്ച് ഏകപക്ഷീയമായി അടച്ചാക്ഷേപിക്കുകയും അതുവഴി ഒരുപക്ഷെ ഈ കോൺസെപ്റ്റിനെ ആദ്യം തന്നെ ഈ മാതൃരാജ്യം എന്ന് പറയുന്നത് മാതാവിനോളം തന്നെ പ്രാധാന്യമുള്ളതാണ് എന്നും അത് സ്വർഗത്തിനേക്കാൾ മഹത്തരമാണ് എന്നുമുള്ള ആ ഒരു ചിന്ത പേറുന്ന ആൾക്കാരെ, പണ്ട് പേറിയിരുന്ന ഇന്ന് പേറുന്ന ആൾക്കാരെ അവഹേളിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അതിനെ ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയില്ല. അത് മാത്രമാണ് എൻ്റെ അഭിപ്രായം.